എഴുത്ത് അന്വേഷണവും കണ്ടെത്തലും എന്ന എൻ്റേതായ രീതിയിൽ ഞാൻ ഒരു വിഷയമായിട്ട് സ്വീകരിച്ചത്. ഞാൻ എൻ്റെ എഴുത്തിനെ ഒരു കാച്ചിക്കുറുക്കി 2 വാക്കുകളിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ്. പക്ഷെ ഈ എഴുത്തുകാർക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും സവിശേഷതയുണ്ടോ? എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ ഭാവനയുള്ളവരാണ്. ആരാണ് എനിക്ക് ഈ മുറിവ് ഏൽപ്പിച്ചത്? ഇങ്ങും വ്യാപിച്ചു നിൽക്കുന്ന എനർജിയുടെ തലത്തിൽ നിൽക്കുന്നതാണ് വാസ്തവത്തിൽ അക്ഷരവും. അക്ഷരമല്ലാത്തത്, ഒരിക്കലും നാശം ഉണ്ടാകാത്തത്. അത് തന്നെയാണ് നമ്മൾ സയൻസിൽ പറയുന്ന എനർജി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എഴുത്തിൻ്റെയും വായനയുടെയും ജീവിതം അതൊരു പൊതു വിഷയമായിട്ട് പല പ്രഭാഷകർക്കായിട്ട് നൽകുകയും, അപ്പം ഞാനതിൽ എഴുത്ത് അന്വേഷണവും കണ്ടെത്തലും എന്ന എൻ്റേതായ രീതിയിൽ ഞാൻ ഒരു വിഷയമായിട്ട് സ്വീകരിച്ചത്. അതിനൊരു കാരണം ഉണ്ട്. ഇപ്പോൾ പല എഴുത്തുകാർക്കും, എല്ലാ എഴുത്തുകാർക്കും തങ്ങളുടെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ അവരെങ്ങനെയാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയാണ് എഴുതുന്നത് എന്നതിന് പല വ്യത്യസ്തമായ ചിന്താഗതികൾ കാണും. തീർച്ചയായിട്ടും ചിലർ സാമൂഹ്യപരമായ പ്രതിബദ്ധത അതൊരു പ്രധാന കാര്യമായിട്ട് പറയും. ചിലർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രതിഫലനങ്ങൾ അതായിരിക്കും അവരുടെ പ്രാധാന്യം. ചിലർ ആത്മാവിഷ്കാരം എന്ന് പറയും, ആത്മസന്തോഷം, തൻ്റെ എഴുത്തിൻ്റെ സന്തോഷം അനുഭവിക്കുക. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ പലരും ഈ എഴുത്തിനെ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ എഴുത്തിനെ ഒരു കാച്ചിക്കുറുക്കി 2 വാക്കുകളിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് അന്വേഷണവും കണ്ടെത്തലും എന്നത്. നമുക്കറിയാം, ഇപ്പോൾ എഴുത്തുകാരനെ, ഇപ്പം നമ്മളൊക്കെ എഴുതുന്ന കുറേ പേര് കാണും, എഴുതാത്തവരും കാണും. പക്ഷേ ഈ എഴുത്തുകാർക്ക് മാത്രമായിട്ടുള്ള എന്തെങ്കിലും സവിശേഷതയുണ്ടോ? എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ ഭാവനയുള്ളവരാണ്. എഴുത്തുകാരായിട്ടുള്ളവരും എഴുതാത്തവരും വാസ്തവത്തിൽ ഭാവനയുള്ളവരാണ്. അവരവരുടെ ഭാവനയുടെ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ നിത്യവും കാണുന്ന സ്വപ്നങ്ങൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വപ്നങ്ങൾ എല്ലാ മനുഷ്യരും കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലും ചില ദിവാസ്വപ്നങ്ങൾ കാണും. ചില കഥകളാണ്. ശരിക്കും ഈ സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കഥകളല്ലേ, കഥകൾ തന്നെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കഥ ചമയ്ക്കുന്ന ഒരു കഥ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വിധത്തിലുള്ള രസകരമായ, ചിലപ്പോൾ ഭീതി ജനിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പോൾ രസം ജനിപ്പിക്കുന്നതായിരിക്കും, ചിലപ്പം പ്രണയം, സ്നേഹം ഒക്കെ ജനിപ്പിക്കുന്നതുമായ ഈ കഥകൾ നമ്മുടെ ഉള്ളിൽ എഴുതി ഒരു ചിത്രം പോലെ കാണിക്കുന്നത് ആരാണ്? വാസ്തവം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ. എനിക്ക് ഇപ്പം ഫ്രോയിഡിൻ്റെ തിയറി അല്ലെ കാളിയുങ്ങിൻ്റെ തിയറി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ തിയറിയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ചില ഭീതികളാവാം, പ്രണയമാവാം, കാമമാവാം, അല്ലെങ്കിൽ വിദ്വേഷങ്ങളാവാം, ഇവയൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങളായി മാറുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ലളിതമായിട്ട് വെറുതെ അങ്ങ് പറഞ്ഞു ഉപേക്ഷിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു വികാരമുണ്ടെങ്കിൽ, ഒരു വിദ്വേഷമുണ്ടെങ്കിൽ, ഒരു പ്രണയമുണ്ടെങ്കിൽ, കാമമുണ്ടെങ്കിൽ, ആ വികാരം അവിടെ നിൽക്കുന്നതിനെ ചിത്രമാക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ പോലെ നമ്മളിതെങ്ങനെ കാണുന്നു നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ചിന്തിച്ചു നോക്കി, എങ്ങനെയാണ്, ആരാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്, ആരാണ് ഇതിന് തിരക്കഥ ഉണ്ടാക്കുന്നത്, ആരാണ് ഇതിൻ്റെ സംഭാഷണം എഴുതുന്നത്? അപ്പം നമ്മുടെ ഉള്ളിൽ ഈ സംസാരിക്കുന്ന ഞാനല്ലാതെ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കഥ എഴുതുകയും ചമയ്ക്കുകയും ചെയ്യുന്ന ആരോ ഒരാളുണ്ടോ? ഈ കഥ സിനിമയായിട്ട് അല്ലെങ്കിൽ ഈ സ്വപ്നമായിട്ട് കാണുന്നയാളും ഈ സ്വപ്നം നിർമ്മിക്കുന്നയാൾ യഥാർത്ഥത്തിൽ ഒരാളാണോ 2 വ്യക്തിയാണോ? ഈ ഒരു ചോദ്യം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, നമ്മൾ ആ ഇൻസിഡൻറ്റിനെ അവിടെ വെച്ചങ്ങ് ഉപേക്ഷിച്ചു, മറന്നു കളയുക. സാധാരണ മനുഷ്യൻ ഈ പരിക്കുകൾ, ചിലപ്പോൾ ഒരു സ്വപ്നത്തിൽ പരിക്കായിരിക്കും വെക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ഇൻസിഡൻറ്റിൽ നമുക്കൊരു പരിക്കായിരിക്കും വെക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യൻ ഈ പരിക്കിനെ അതിജീവിക്കുന്ന എങ്ങനെയാണ്? ഈ മുറിവുകളെ അതിജീവിക്കുന്നത് അവരവരുടെ മറവി കൊണ്ട് അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് കടന്നു പോകുന്നു, അടുത്തതിലേക്ക് പോകുന്നു. ഈ സംഭവം കഴിഞ്ഞ്, അനുഭവം കഴിഞ്ഞ് അടുത്തതിലേക്ക് പോയി അവരങ്ങ് യാത്ര ചെയ്തു പോകും. എന്നാൽ ഒരു എഴുത്തുകാരൻ എന്താണ് ചെയ്യുന്നത്?
അയാൾ തനിക്കേറ്റ ഈ മുറിവുകളെ ഉപേക്ഷിക്കുന്നില്ല. ആ മുറിവുകൾ അയാൾ അതിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. എന്തുകൊണ്ട് എനിക്ക് ഈ മുറിവേറ്റു? ആരാണ് എനിക്ക് ഈ മുറിവ് ഏൽപ്പിച്ചത്? ഇത് എങ്ങനെ, ഈ മുറിവിനെ എങ്ങനെ എനിക്ക് മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കാം? ഒരു ചിന്ത അയാളുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഞാൻ എൻ്റെ ചിന്തകളെ അന്വേഷിച്ച് ചെന്നിട്ട് അതായത് സ്വപ്നത്തിൽ ഞാനൊരു ജീവിതം ജീവിച്ചതുപോലെ, അല്ലെങ്കിൽ പുറമേ ഞാനൊരു ജീവിതം ജീവിച്ചതുപോലെ ഒരു രണ്ടാം ജീവിതം കൂടി വാസ്തവത്തിൽ ഒരു എഴുത്തുകാരൻ ജീവിക്കുമ്പോഴാണ് അത് അയാളുടെ എഴുത്തായിട്ട് മാറുന്നത്. അപ്പോൾ അയാളൊരു വേദനയാണ് ഞാൻ അനുഭവിച്ചതെങ്കിൽ ആ വേദനയെ വീണ്ടും ഒരു തീവ്രതയോടുകൂടി ഒരിക്കൽ കൂടി ഒരു രണ്ടാം അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് മാത്രമേ എനിക്ക് ഒരു അനുഭവത്തെ അത് കഥയായോ നോവലായോ സർഗാത്മകമായ ഒരു സൃഷ്ടിയായി മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വപ്നത്തിൽ ഞാൻ എൻ്റേതായ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, ഈ കഥകളൊക്കെ നമ്മൾ തീവ്രമായ അഭിനിവേശത്തോടു കൂടി എഴുതിയിരുന്ന കാലത്ത് പലപ്പോഴും എനിക്ക് സ്വപ്നത്തിൽ സ്വപ്നത്തിൽ കഥകളുണ്ടായിട്ടുണ്ട്. കഥ സ്വപ്നം കാണുന്ന അനുഭവം. അപ്പോൾ കഥ സ്വപ്നം കാണുമ്പോൾ നമുക്കറിയാം, ഇത് നല്ല കഥയാണ്, എനിക്കിത് ഓർത്ത് വെച്ച് ഞാൻ ഉണരുമ്പോൾ എഴുതണമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കും. പക്ഷേ പല കഥകൾ പലർക്കും എഴുത്തുകാർക്ക് ഉണ്ടാകാറുള്ള അനുഭവമാണ്. പക്ഷേ പല കഥകളും നമ്മളെ ഉണരുമ്പോൾ നമ്മളെ കൈവിട്ടു പോകും. ചിലതൊക്കെ നമുക്ക് പിടികിട്ടും. എന്നാൽ ഒരിക്കൽ ഞാനൊരു സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ കഥ കാണുന്നു. കഥ കണ്ട് കഥ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം ഉണർന്നു പോകുന്നു. ഉണർന്നതുകൊണ്ട് എനിക്ക് സ്വപ്നത്തിലെ കഥ മുഴുവൻ ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. പക്ഷേ ഈ കഥയുടെ പരിണിതി എന്താണെന്ന് ഞാൻ കണ്ടില്ലല്ലോ, ഇത് അറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കഥയെഴുത്തുകാരൻ്റേതായ വേദന. ആ വേദനയോടുകൂടി ഞാൻ വീണ്ടും കിടക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ കഥയുടെ രണ്ടാം ഭാഗം വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ വന്ന ഒരു അനുഭവം. ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ. പക്ഷേ ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം, ഇത് എനിക്കൊരു അനുഭവം പ്രകൃതി തന്നതാണെന്ന് ഞാൻ കരുതുന്നു. അതായത് സ്വപ്നം കാണുന്ന നീയും ജാഗ്രതയിലിരിക്കുന്ന നീയും ഒരേ തുടർച്ച തന്നെയാണ്. നിൻ്റെ സ്വപ്നവും നിൻ്റെ കഥയും നിൻ്റെ ജീവിതവും എല്ലാം കൂടി ചേർന്ന് പ്രകൃതി എഴുതിയിട്ട ഒരേ ഒരു കഥയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ പലപ്പോഴും ചെയ്യുന്നത് ഈ പ്രകൃതി എഴുതിയിട്ട കഥയെ ചെന്ന് തൊടുവാനായിട്ടുള്ള ശ്രമമാണ് എഴുത്തുകാരൻ്റെ എന്ന് എനിക്ക് തോന്നിയിട്ട്. പലർക്കും പല രീതിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള എഴുത്തുകാരെ കാണുമായിരിക്കും. പക്ഷെ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്ന രീതി, ഇപ്പം നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ വേറെ രാജ്യത്തിരിക്കുന്ന ഏത് മതക്കാരെ, ഏത് രാജ്യക്കാരെ, ഏത് നിറമുള്ളവരാവട്ടെ, നമ്മുടെ എല്ലാവരുടെയും നിർമ്മിതി രഹസ്യം ഒന്നാണ്. ഒരേ ഒരു നിർമ്മിതിയേ ഉള്ളൂ. പല മതവും പല വിശ്വാസവും എങ്ങനെയായാലും ശരീരം, മനസ്സ്, ബുദ്ധി, പിന്നെ ജീവൻ, ചിലർ ആത്മാവെന്ന് പറയും, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തർക്കമുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ജീവനെന്നെങ്കിലും പറയാം. പക്ഷേ മനുഷ്യരെന്ന നിലയിൽ എൻ്റെ ശരീരത്തെ വാസ്തവത്തിൽ ഞാൻ എത്ര കണ്ടറിയുന്നുണ്ട്? എൻ്റെ മൊത്തം ശരീരത്തിൻ്റെ ഒരു 10% പോലും എനിക്കറിയത്തില്ല. ബാഹ്യമായിട്ടുള്ള ഈ രൂപത്തെ അറിയാതെ എൻ്റെ ഹൃദയം ഞാൻ ജീവിതകാലത്ത് ഒരിക്കലും കാണില്ല. എൻ്റെ ലിവറോ ഏതെങ്കിലും ബുദ്ധി പ്രവർത്തിക്കുന്ന തലച്ചോറോ ഒന്നും ഞാൻ കാണും, നിങ്ങളുൾപ്പെടെ. മനസ്സും അതുപോലെയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു 5% കൂടുതൽ ബാഹ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല. ബാക്കി 95% മനസ്സും നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സമുദ്രത്തിൽ വലിയ മഞ്ഞുകട്ടയുടെ 5% പുറമേ കാണുകയും 95% വെള്ളത്തിനടിയിലും കിടക്കുന്നത് പോലെ ഗുപ്തമായി കിടക്കുകയാണ്. എനിക്കെൻ്റെ മനസ്സിനെക്കുറിച്ച് 5% പോലും അറിയില്ല. എൻ്റെ ബുദ്ധിയെക്കുറിച്ചും ഇതുപോലെ തന്നെ. അപ്പം ഞാനെന്ന വ്യക്തിക്ക് മൊത്തത്തിൽ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ചുള്ള എൻ്റെ സ്വന്തം ഗ്രാഹ്യം ഒരു 10% പോലും ഇല്ല എന്നുള്ളത്, നമ്മൾ എത്ര വലിയ പരിമിതിയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നില്ലേ? അപ്പം ആ സമയത്താണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് സ്വപ്നങ്ങൾ നിർമ്മിച്ചു തരികയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന, നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ ഒരു ഞാനിനെക്കുറിച്ചുള്ള ചിന്ത, അന്വേഷണം. ഇതിവിടെയാണ് എന്നെ സംബന്ധിച്ചുള്ള എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ അന്വേഷണങ്ങളുടെ പാത തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കാരണം പുറമേ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കിട്ടും. പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടായിരിക്കാം, മറ്റു വിഷയങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുണ്ടായിരിക്കാം. ഇവയൊക്കെ അവിടെ നടക്കുമ്പോൾ ആ പുറമേയുള്ള ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു ബാഹ്യമായ ഭാഗത്തും സംഭവിക്കുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കലാപരം സർഗപരമായ ക്രിയകൾ ചെയ്യാം. പക്ഷേ
അതിനും അകത്തേക്ക് കടന്നു നിന്നുകൊണ്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ടും വെളിപ്പെടുന്ന, അല്ലെങ്കിൽ എന്നിൽ ആവസിക്കുന്ന, എന്നിൽ വ്യാപിച്ചിരിക്കുന്ന ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു മനസ്സിനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളായിരുന്നു വാസ്തവത്തിൽ എനിക്ക് എൻ്റെ എഴുത്തിലൂടെ ഞാൻ നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ഈ ശ്രമങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ, പലപ്പോഴും ഇപ്പോൾ ഒരു കൃതി എഴുതുവാനായിട്ട് ഞാനായിട്ട് നിശ്ചയിക്കുന്നതായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ചില സാഹചര്യങ്ങൾ ഇണങ്ങി വന്നിട്ട് നിർബന്ധപൂർവ്വം നമ്മളെ ആ സാഹചര്യത്തിൽ കൊണ്ട് നിർത്തുകയും നമ്മൾ അതിൽ ചെന്ന് പെടുകയും നമ്മിലൂടെ എഴുത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 38 വയസ്സിലാണ് എൻ്റെ ആദ്യ പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം ഇറങ്ങുന്നത്, DC ബുക്സിൻ്റെ അവാർഡ് കിട്ടിയിട്ട്. പക്ഷേ ആ പുസ്തകം ഞാൻ എഴുതാനായിട്ട് നിമിത്തമാകുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ വിവാഹം കൂടുവാൻ വേണ്ടി എറണാകുളത്ത് കൊച്ചിയിലുള്ള ഒരു ഒറ്റപ്പെട്ട തുരുത്തിൽ എനിക്ക് ചെല്ലേണ്ടി വരുന്ന ആ ഒരൊറ്റ നിമിത്തം കൊണ്ട് മാത്രമാണ് പുറപ്പാടിൻ്റെ പുസ്തകം. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ആ ഭൂമിക, അവിടെയുള്ള മനുഷ്യർ, അവരുടെ വിശ്വാസങ്ങൾ, ചെമ്മീൻ കെട്ട്, ചീനവല, അതുപോലെ കടലിലേക്ക് ഒഴുകുന്ന പുഴ, ഇവയെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിച്ച ആ ഭൂമിക എൻ്റെ മനസ്സിൽ എന്നെ ഒന്ന് മതിച്ചതിൽ നിന്നാണ് വാസ്തവത്തിൽ എൻ്റെ ആദ്യ കൃതിയായ പുറപ്പാടിൻ്റെ പുസ്തകം ഉണ്ടാകുന്നത്. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ പുസ്തകം എഴുതുകയില്ല. ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരൻ പോലുമായി മാറുകയില്ലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ മാറിയേക്കാം. ഇതുപോലെ തന്നെ എനിക്ക് സംഭവിക്കുന്ന വേറെ ഒരു കാര്യം, അപ്പോൾ ഈ പുറപ്പാടിൻ്റെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചിന്താസരണികൾ മാറി തുടങ്ങിയ കാലമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുക, പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രം, പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ നോവലാണ് വാസ്തവത്തിൽ. അതിൽ കുഞ്ഞൂട്ടി എന്ന കഥാപാത്രം പുറപ്പാടിൻ്റെ പുസ്തകം എന്ന ഒരു നോവൽ എഴുതുന്നു. തൻ്റെ പരിസരത്തുള്ള ആൾക്കാരുടെ കഥയാണ് അദ്ദേഹം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിടുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം എന്ന ആ കൃതി കുഞ്ഞൂട്ടി എന്ന കഥാപാത്രം എഴുതുന്നതാരാണ്? VJ ജെയിംസ്. അപ്പം VJ ജെയിംസ് എന്ന എഴുത്തുകാരൻ എഴുതുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം എന്ന ആ പുസ്തകം എഴുതുന്ന കുഞ്ഞൂട്ടിയെക്കുറിച്ച്. പക്ഷേ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം എഴുതുന്ന കുഞ്ഞൂട്ടിയെ എഴുതുന്ന VJ ജെയിംസിനെ ശരിക്കും എഴുതി വച്ചിരിക്കുന്നത് ആരാ? പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതി എഴുതിയിട്ട VJ ജെയിംസ് എന്ന കഥാപാത്രത്തും വീണ്ടും ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു. ആ കഥാപാത്രം വീണ്ടും ഒരു പുസ്തകം എഴുതുന്നു. 3 അടരുകളിൽ കിടക്കുന്ന എഴുത്ത്. അപ്പം എൻ്റെ അന്വേഷണം പലപ്പോഴും ഈ പ്രകൃതി എഴുതിയിട്ട കഥാപാത്രത്തെ ആണ്. കാരണം പ്രകൃതിക്ക് ഒരു ബോധമുണ്ട്. നമുക്കറിയാം, ഒരു വൃക്ഷത്തിൻ്റെ ഒരു വിത്ത് മണ്ണിനടിയിൽ വീണെന്ന് വിചാരിക്കുക, അത് അനുകൂല സാഹചര്യത്തിൽ അത് പൊട്ടിമുളയ്ക്കുന്നു, ഇല വരുന്നു, തണ്ട് വരുന്നു, അനേകം ശിഖരങ്ങൾ വരുന്നു. വാസ്തവത്തിൽ ഈ വൃക്ഷം ഒരു കഥ എഴുതുകയാണ്, ഒരു നോവലാണ്, വൃക്ഷത്തിൻ്റെ നോവൽ എഴുത്താണ്. അതിൻ്റെ ഇലകളും തണ്ടുകളും ശാഖോപശാഖകളായി വളരുന്ന അതിൻ്റെ ശാഖകളിലെല്ലാം ഓരോരോ കഥകളായിട്ട് മാറുക. അപ്പം വൃക്ഷത്തിൻ്റെ ആവിഷ്കാരം ആ വിത്തിൽ നിന്നുണ്ടാകുന്ന ആവിഷ്കാരമാണ്. അപ്പോൾ ഈ വിത്തിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. ഒരു പൂർണ്ണ വൃക്ഷം ഈ വിത്തിൽ അടങ്ങിയിരിക്കുന്നു. വളരെ സ്വാഭാവികമായിട്ട് അത് പൊട്ടിമുളയ്ക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയത് എഴുത്തും ഇതുപോലെയാണെന്നാണ്. ഒരു വിത്ത്, എഴുത്തിൻ്റെ ഒരു വിത്തിനെ നമ്മൾ ഏതോ ഒരു സമയത്ത് നമ്മൾ ചെന്ന് തൊടുന്നു. അത് പ്രകൃതി അനുകൂലമാക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെന്ന് തൊടുന്നു. ഈ വിത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുവാനായിട്ട് തുടങ്ങും. അത് കഥയായിട്ട് മാറുന്നു, നോവലായിട്ട് മാറുന്നു. ചിലപ്പോൾ ഞാൻ കരുതും ഇത് സംഭവിച്ച് കിടക്കുമ്പോൾ, ഇതിനകം തന്നെ സംഭവിച്ച് കിടക്കുന്ന, കാരണം ഞാനിത് പറയാൻ കാരണം, നമ്മൾ ഇപ്പം ആധുനിക ശാസ്ത്രം വളർന്ന് വികസിച്ച് നമ്മൾ ബിഗ് ബാങ് തിയറിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് ഒരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചമുണ്ടാകുന്നു, വളർന്നു ചെല്ലുന്നു, എന്നിട്ട് വീണ്ടും ഇത് ചുരുങ്ങി പഴയ രൂപത്തിലാകുന്നു. ഇപ്പോൾ പുതിയ തിയറി പറയുന്നത് ഇത് ആദ്യത്തെ ബിഗ് ബാങ് അല്ല, ഇത് പലവട്ടം ആവർത്തിച്ച് കഴിഞ്ഞ ഏതോ ഒരു ബിഗ് ബാങ്ങിൻ്റെ ഇടയിലുള്ള ഒരു ബിഗ് ബാങ് മാത്രമാണിത്. അപ്പോൾ ഇനി ഇതുപോലെ സംഭവിക്കും. അതുപോലെ ശാസ്ത്രത്തിൻ്റെ പുതിയ തലങ്ങളിൽ ഇപ്പോൾ നമുക്ക് 11 ഡയമെൻഷൻസ്, അതിനെക്കുറിച്ച് ഇന്ന് പുതിയ ഹൈപ്പോത്തസിസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സയൻസ് തിയറിയായിട്ട് മാറണമെങ്കിൽ മാത്തമാറ്റിക്കലായിട്ടുള്ള പ്രൂഫുകൾ, അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു എക്സ്പെരിമെൻ്റ് നടത്തി 11 ഡയമെൻഷൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടുന്നത് വരെ അതൊരു ശാസ്ത്രമായിട്ട് നമ്മൾ അംഗീകരിക്കുകയില്ലായിരിക്കാം. പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിലേറ്റിവിറ്റി തിയറിയൊക്കെ നേരത്തെ നിലനിന്നതിനെ കണ്ടുപിടിച്ചതുപോലെ ഈ പറഞ്ഞതുമൊക്കെ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം
നിലനിന്നതും സംഭവിച്ചു കിടക്കുന്നതുമാണ്. മനുഷ്യൻ അവിടെ എത്തുവാനായിട്ട് കുറച്ചൊന്ന് വൈകിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ആ ദൂരം എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യന് എത്തിച്ചേരാവുന്ന പരമാവധി എന്ന് പറയുന്നത് ഈ ദൂരം, പ്രകൃതിയുടെ ഈ ബോധത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലെ ഈ സ്വപ്നങ്ങൾ ചമയ്ക്കുന്ന ബോധത്തെ, നമ്മുടെ സർവ്വ അംഗങ്ങളെയും ഒന്നിച്ച് ക്രോഡീകരിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ ബോധത്തെ, 72 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ നെർവുകളെ കൃത്യമായിട്ട് രക്തം വായിക്കുന്ന, അല്ലെങ്കിൽ 1,80,000 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ ബ്രെയിനിലെ ചെറിയ ടെൻഡ്രൈറ്റ്സ് എന്ന് പറയാം, അതിലേക്കെല്ലാം ഒരേ സെക്കൻഡ് ഇങ്ങനെ പമ്പ് ചെയ്ത് ബ്ലഡ് പായിക്കുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞു ബോധത്തിൽ, ബാഹ്യമായ ബോധത്തിൽ മാത്രം പെട്ട്, നമ്മുടെ ഈഗോയിൽപ്പെട്ട് സർവത്തെയും അറിയാമെന്നുള്ളൊരു ഭാവത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ശക്തിയെ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെയാണ് എന്നെ സംബന്ധിച്ചോളം എഴുത്ത് ഒരു അന്വേഷണമായി മാറി. ഈ എൻ്റെ ഉള്ളിൽ തന്നെ, പുറത്തുനിന്നൊന്നും വരുന്നതല്ല, എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എന്നെ ചോദിപ്പിക്കുന്ന, എന്നെ കൊണ്ട് എഴുതിക്കുന്ന ഈ ശക്തിയെ ചെന്ന് തൊടുവാനായിട്ടാവും. ഇതിനുള്ള ശ്രമങ്ങളായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിരീശ്വരൻ എന്ന നോവൽ അത് നോക്കുകയാണെങ്കിൽ അതിൽ 2 ദ്വന്ദ്ങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിശ്വാസം, അവിശ്വാസം എന്നുള്ള 2 ദ്വന്ദ്ങ്ങൾ. നമ്മളെ ഈ ഏത് ലോകത്തും നമുക്ക് എപ്പോഴും കാണുന്ന 2 സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ടാവും, വിശ്വാസവും അവിശ്വാസവും ആയിട്ട്. അപ്പോൾ പ്രപഞ്ചത്തെ എല്ലാം ദ്വന്ദ്വാത്മകമായിരിക്കും. പക്ഷേ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഈ ദ്വന്ദ്വമില്ല. പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാന നിലയിൽ വിശ്വാസവും അവിശ്വാസവും വാസ്തവത്തിൽ 2 ഒന്ന് തന്നെയാണ്. ഒന്ന് ഉണ്ട് എന്നുള്ള വിശ്വാസം, ഒന്ന് ഇല്ല എന്നുള്ള വിശ്വാസം. ഒരു അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണ്. ഇപ്പോൾ -10നും +10ൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ 10 എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ 2ഉം ശരിയായിരിക്കും. 2 പേരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ തോന്നൽ ശരിയാണെന്ന് ശഠിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം ഇതാണ്. ഈ അബ്സല്യൂട്ട് വാല്യൂയെ നോക്കാതെ എൻ്റെ വാല്യൂവിനെ മാത്രം നോക്കിയിട്ട് എൻ്റേതാണ് ശരി, അപ്പോൾ എൻ്റെ വിശ്വാസമാണ് ശരി, വേറെ ആൾ പറയും നിൻ്റെ വിശ്വാസം തെറ്റാണ്. അപ്പോൾ വിശ്വാസങ്ങൾ തമ്മിലുള്ള എതിരുകൾ വരുന്നു. ഈ വിശ്വാസം തമ്മിലുള്ള ഈ എതിർപ്പുകൾ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു, അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു. ഇത് മതത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലോ എവിടെയായാലും നമ്മൾ കാണുന്നു. അപ്പോൾ ഈ പ്രകൃതിയുടെ ഏകതാനതയെ എല്ലാമായിട്ട് ഞാൻ നിരീശ്വരൻ നന്നായി രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. വായിച്ചുള്ളവർക്കറിയാം, ഒരു ശാസ്ത്രീയമായ രീതിയിലും ഫിലോസഫിയുടെ രീതിയിലും ഈ ഏകതാനത എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ള ഒരു തലത്തിൽ നമ്മൾ ഒരു കയ്യിൽ നമ്മൾ കുറച്ച് തേനെടുത്താലും ഒരു കയ്യിൽ കുറച്ച് വിഷം എടുത്താലും രണ്ടും അതിൻ്റെ മോളിക്യുലർ തന്മാത്രയുടെ ലെവലിൽ 2 തരം പ്രോപ്പർട്ടീസ് കാണിക്കുമെങ്കിലും ഈ തന്മാത്രയ്ക്കുള്ളിലെ ആറ്റങ്ങളുടെ ലെവലിലും ആറ്റങ്ങൾക്കുള്ളിലെ പ്രോട്ടോൺ, ഇലക്ട്രോൺ അല്ലെങ്കിൽ ക്വാർട്സ് എന്ന ലെവലിലേക്കും ചെല്ലുമ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ 2ലും ഒന്ന് തന്നെയാണ്. അവയുടെ പ്രപ്പോർഷൻ ഒന്ന് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളിരിക്കും, ഞാൻ 2 എണ്ണം 3 എണ്ണം വീതം ഒരെണ്ണം കിഴിയാക്കി, പിന്നെ 5 എണ്ണം 6 എണ്ണം വീതം വേറൊരു കിഴിയാക്കി. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരേ വസ്തു തന്നെയാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായിട്ട് കാണുന്നതിൻ്റെ എല്ലാം ഏക അടിസ്ഥാനത്തെ തേടുകയായിരുന്നു വാസ്തവത്തിൽ നിരീശ്വരൻ എന്ന നോവലിൽ ചെയ്തത്. അവിടെ ഈശ്വരനെ എതിർപദമായിട്ടല്ല നിരീശ്വരൻ വാസ്തവത്തിൽ ഉപയോഗിച്ചത്. പക്ഷെ പലരും അതിനെ മനസ്സിലാക്കിയത് പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നിരീശ്വരൻ എന്ന പദത്തെ ഈശ്വരൻ, സകല ഈശ്വര ഭാവങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന, അതായത് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഈശ്വര ഭാവങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുന്ന ഇവയെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന, അതീതമായി നിൽക്കുന്ന ഏകതാനത എന്നിലും നിങ്ങളിലും എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്ന ഒരു കണ്ടിന്യൂ. അത് നിരീശ്വരൻ വായിച്ചാൽ ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്. ഒരേ ഒരു കണ്ടിന്യൂമാണ്. പക്ഷെ ആ കണ്ടിന്യൂത്തെ നമുക്ക്, ആ തുടർച്ചയെ നമുക്ക് ആ രീതിയിൽ അനുഭവിക്കാനാവാതെ വരുന്നത് നമ്മുടെ ബോധം ഈ ഇന്ദ്രിയങ്ങളുടെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ബാഹ്യതലത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഖരമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഖരം തന്നെ ദ്രാവകമാകുന്ന ഒരവസ്ഥയുണ്ട്, ദ്രാവകം തന്നെ വാതകമാകുന്ന അവസ്ഥയുണ്ട്. വാതകമാകുന്ന അവസ്ഥയിൽ ഇതിനെ എങ്ങും പരക്കാനാവും. ഈ ഒരു ബോധനിലയെ, അതിനെയും ഞാൻ അന്വേഷിക്കുന്നത് പലപ്പോഴും എഴുത്തിലൂടെയാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ എഴുത്തിൽ ഇടപെടുമ്പോൾ എനിക്ക് സംഭവിക്കാറുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ആകണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. അപ്പോൾ ചില ചോദ്യങ്ങൾ, ചില സമസ്യകൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില സമസ്യകൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നാം അറിയാതെ കടന്നു വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്.
അത് വെറുതെ ഇരുന്ന് എന്നാൽ ഇപ്പോൾ എഴുതി കളയാമെന്ന് പറഞ്ഞ് വെറുതെ എഴുതിയാൽ വരുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് ചിലപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി, അയ്യോ ഇതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്വേഷിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അപ്പുറമുള്ള നിലനിൽക്കുന്ന സത്തയുടെ അനുഭവ തലത്തെ അന്വേഷിക്കാനായിട്ടുള്ള ടൂളുകളായിട്ട് ഈ എഴുത്തുകൾ മാറുന്നുണ്ട്. അതിപ്പം നിരീശ്വരൻ വായിച്ചാലും, ഇനി ദത്താപഹാരം വായിച്ചാൽ അത് വളരെ കൃത്യമായിട്ട് പ്രകൃതി അനുഭവം എന്താണ്. പലരും ആ ഒരു പുസ്തകം വായിച്ചിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമാണ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ചിലരുണ്ട്. കാരണം ആ ഒരു അനുഭവ തലത്തിൽ പരിസരത്തിൽ ചെന്ന് അതിനെ തൊടാനാവുന്നവരെ അത് വളരെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും, അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവർ. അല്ലാത്തവർക്ക് ചിലപ്പോൾ അതൊരു കഥയായിട്ട് അതിൻ്റെ മേലെയുള്ള അടരുകളിലൂടെ മാത്രം സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പല അടരുകളുണ്ടാവും. ഒന്ന് കഥയുടെ മാത്രം അടര്, രണ്ടാമത് മാനസിക വ്യാപാരത്തിൻ്റെ ഒരു അടര്, മൂന്നാമതായിട്ട് ഈ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ആത്മാവ് അടങ്ങിയ ഒരു അടര്. ഈ ആത്മാവിനെ കണ്ടെത്തലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത്. അതിനുള്ളൊരു മാധ്യമമായിട്ട് അക്ഷരം മാറുന്നുണ്ട്. അക്ഷരമല്ലാത്ത, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ നോക്കുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ കണ്ടിന്യൂ എന്ന് പറയുന്നത് എങ്ങും വ്യാപിച്ച് നിൽക്കുന്ന എനർജിയുടെ തലത്തിൽ നിൽക്കുന്നതാണ് വാസ്തവത്തിൽ അക്ഷരവും. അക്ഷരമല്ലാത്തത്, ഒരിക്കലും നാശമുണ്ടാകാത്തത്. അത് തന്നെയാണ് നമ്മൾ സയൻസിൽ പറയുന്ന എനർജി എന്ന് പറയുന്നത്, വിച്ച് കനോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ക്രിയേറ്റഡ്. നമുക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ആവാത്ത ഈ എനർജി, അത് തന്നെയാണ് അക്ഷരത്തിന് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ ആ ഒരു മീഡിയത്തിലൂടെ സഞ്ചരിച്ച് ചെന്ന് ഇത്തരം വെളിച്ചങ്ങളെ കണ്ടെത്തുവാനും അവ പകർത്തിയിടുവാനും ഞാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ എൻ്റെ എഴുത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ദത്താപഹാരം അതിനൊരു പ്രത്യേക ഒരു കാര്യമാണ്. അതും എനിക്ക് വളരെ അതിശയം തോന്നുന്നുണ്ട്. ദത്താപഹാരം സംഭവിക്കുന്നത് ഇതുപോലെ പ്രകൃതിയുടെ ഒരു വിളിയാണ്. യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, VSSCയുടെ മുൻ ഡയറക്ടറായിരുന്ന ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ ഒരിക്കൽ എന്നെ വിളിക്കും. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മൂകാംബിക്ക് പോവുക, വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു പറഞ്ഞു. ഞാൻ ഒരു ക്രിസ്ത്യൻ രീതിയിലൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ മൂകാംബിയിൽ പോകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചിത്രമൂലയിലേക്ക് ഇച്ചിരി കഷ്ടപ്പെട്ട് വേണം, ഇന്നിപ്പം ചിത്രമൂലയൊക്കെ അടച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മടയിൽ, ഒരു ഗുഹയിൽ ഒരാളിരിക്കും. വേറെ ഒരു മുണ്ടും ഒരു ഷർട്ടും ഒക്കെ ഇട്ട്, സന്യാസിയൊന്നും പേര് വിളിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് നടക്കുന്ന സംഭാഷണം, അന്ന് രാത്രിയിൽ ആ ഗുഹയിൽ ഞങ്ങൾ തങ്ങാൻ തീരുമാനിക്കുകയാണ്. വാസ്തവത്തിൽ അന്ന് ഞാൻ അവിടെ തങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ അദ്ദേഹം നല്ല അടിച്ചു പൊളിച്ച് സുഖിമാനായിട്ട് ജീവിച്ച ആളാണ്, ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ആളാണ്. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നു, ഇവിടെ അങ്ങ് ഇരിക്കുകയാണ് കാട്ടിൽ. ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യന് എന്ത് സുഖമായിട്ട് ജീവിക്കാവുന്ന ഒരാൾ, ഒന്നുകിൽ ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയായിരിക്കണം, രണ്ട് ഇയാൾ ഏതോ സത്യത്തെ ചെന്ന് തൊട്ടിരിക്കണം. നമുക്ക് ക്ഷണികമായിട്ട് കിട്ടുന്നതിനും ക്ഷണികമായിട്ട് ആസ്വദിക്കുന്നതിനും അപ്പുറത്തുള്ള ഏതോ ഒരു സത്യത്തെ ഇയാൾ തൊട്ടതുകൊണ്ടായിരിക്കാം ഇയാൾ അവിടെ ഇരിക്കുന്നതെന്നുള്ളത്. ഇതെനിക്കൊരു അന്വേഷണമാണ്. വാസ്തവത്തിൽ ആ മനുഷ്യനുമായിട്ടുള്ള കാണലും അന്നുണ്ടായ ചില അനുഭവങ്ങളും അതുള്ള സംഭാഷണങ്ങൾ ഒരുപക്ഷെ ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ഞാനത് പറയില്ലായിരിക്കാം. പക്ഷേ അതെന്നെ പ്രചോദിപ്പിച്ചതിൽ നിന്നാണ് വാസ്തവത്തിൽ ദത്താപഹാരം എന്ന നോവൽ ഉണ്ടാകുന്നത്. ഇതുപോലെയാണ് പല കൃതികളുടെയും പ്രത്യക്ഷത്തിൽ വ്യത്യസ്ത കഥകളായി കാണുന്ന ഈ കൃതികളുടെ എല്ലാം അടിയൊഴുക്കായിട്ട് ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. ഇതിൻ്റെ അകത്ത് ഒരു വാദഗതിയുമില്ല, ഇത് ശരിയാണെന്നാരും വിചാരിക്കണമെന്നുമില്ല. അത് ഒരു സാഹചര്യം വന്നുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നതെന്നല്ലാതെ അതിന് വേറെ ഒരു പ്രാധാന്യം അതിനപ്പുറത്തേക്കില്ല. പിന്നെ ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അത് കുറച്ചൊരു അഭംഗിയാവും. ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തെങ്കിലും ഒരു ചോദ്യ രൂപത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഒരു 5 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ നേരത്ത് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. സർ, എൻ്റെ പേര് അഖില എന്നാണ്. എനിക്ക് ഒരു പ്രധാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, സാറിൻ്റെ ഈ സ്പിരിച്വൽ എക്സ്പ്ലറേഷൻസ് എല്ലാം സ്ഥിരമായിട്ട് വായിക്കുന്ന ആളാണ്. സോ അപ്പം സാറ് എത്തി നിൽക്കുന്നത് ഇപ്പം ഏതൊരു സ്റ്റേറ്റിലാണെന്ന് പറയാൻ പറ്റുമോ? ലൈക്ക് അതിനകത്തെല്ലാം സയൻറ്റിഫിക് അപ്രോച്ച് ഉണ്ട്,
വെറും ഒരു തോട്ട്സ് മാത്രമല്ല അത്. സാറിൻ്റെ ആ സ്പിരിച്വൽ എക്സ്പ്ലനേഷനിൽ അതൊരു സയൻറ്റിഫിക് അപ്രോച്ചും കൂടെ ഉണ്ട്. അത് എല്ലാ ബുക്കിലും എവിഡൻ്റ് ആണ്. എനിക്കത് വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് സാറ് ഇപ്പം എന്താണ് സാറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ അന്വേഷണത്തിന് നമ്മൾ മുതിരണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് നമുക്കത് ബോധ്യപ്പെടുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. ഇത് നമ്മൾ ആരെയും വേറെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ. ഇപ്പം ഞാനെന്നുള്ള വ്യക്തി അടിസ്ഥാനപരമായിട്ട് ഞാനൊരു എഞ്ചിനീയറാണ്. സ്വാഭാവികമായിട്ടും സയൻസിൻ്റെ തലങ്ങളിലേക്കും അതുപോലെ ഇന്നത്തെ ഈ മോഡേൺ സയൻസിൻ്റെ ക്വാണ്ടം മെക്കാനിക്സിലേക്കും ഒക്കെ കടന്നു പോകാൻ, അപ്പോൾ ആ ഒരു തലത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാനായിട്ട് ഞാനിപ്പം പറയുന്നത് ആത്മീയതയൊന്നുമല്ല, ഇതിനകത്തൊന്നുമില്ല. എല്ലാ വ്യക്തികളും വിശ്വാസിക്കും അവിശ്വാസിക്കും അതുപോലെ എത്തീസ്റ്റിനും എല്ലാവർക്കും ബാധകമായി നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ നമുക്ക് ചില വാക്കുകളിൽ മാത്രം എടുത്തു വെച്ചുകൊണ്ട്, ഇപ്പം പറഞ്ഞില്ലേ അനുഭവത്തിൻ്റെ തലം എന്ന് പറഞ്ഞില്ലേ, അനുഭവത്തിൻ്റെ തലത്തിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. സ്വപ്നം ഉണ്ടെന്ന് നമ്മൾ ഇപ്പം ഒരാൾ സ്വപ്നം കാണാത്ത ഒരാളോട് എന്നിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ സ്വപ്നം ഒരു അനുഭവമായതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വപ്നം ഉണ്ടാക്കുന്ന ഒരു ബോധമുണ്ടെന്ന്. അവിടെ വേറൊരു വ്യക്തിയില്ല, ആരുമില്ല, നമ്മൾ തന്നെയാണ്. കണ്ടയാൾ തന്നെയാണ് സ്വപ്നം ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടയാൾ തന്നെയാണ് സ്വപ്നവുമായി മാറുന്നത് എന്നുള്ളൊരവസ്ഥ ഇത് അനുഭവത്തിൻ്റെ തലത്തിൽ മാത്രം പ്രാപിക്കേണ്ടത്. അപ്പോൾ അതിന് ഈ അനുഭവതലം എന്ന് പറയുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഈ പ്രവണതകൾക്കപ്പുറമുള്ള ആ ബോധതലത്തെ എപ്പോഴെങ്കിലും ചെന്ന് തൊടാൻ പറ്റിയാൽ മാത്രമേ ഇത് അനുഭവമാകത്തുള്ളൂ. അതുവരെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസമോ തെറ്റോ കളവോ ഒക്കെ ആയിരിക്കാം. അതങ്ങനെ എടുത്താൽ മതി. അങ്ങനെ ഒരു ടേക്ക് ആയാലും കുഴപ്പമില്ല. കാരണം സത്യം എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രത്യേകത അതൊരിക്കലും മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിന്നിട്ട് ഞാനാണ് സത്യം എന്ന് പറയത്തില്ല. സത്യത്തെ നമ്മൾ അന്വേഷിച്ചെന്നാൽ അതിലേക്ക് നമുക്ക് എത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും സാധനം നിങ്ങളെ ആകർഷിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞ് നിങ്ങളെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു ഒരിക്കലും സത്യവസ്തു ആയിരിക്കില്ല. സത്യവസ്തു ഒരിക്കലും ആളുകളെ, ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ ശ്രമിക്കില്ല. സത്യവസ്തു അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. സത്യവസ്തുവിനെ നമ്മൾ ചെന്ന് തേടി ചെല്ലുക, അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അനുഭവിക്കുന്നവരാവട്ടെ കണ്ടവർ മിണ്ടുവതില്ലേ എന്ന് പറയുന്നത് പോലെ ഇതൊന്നും പുറത്ത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ഒരു ടേക്കായിരിക്കും അവരുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഏതോ അനുഭവത്തിലാണെന്ന് വിചാരിക്കരുത്. ഞാൻ മനസ്സിലാക്കി ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സർ, ഇപ്പം സാറ് പറഞ്ഞത് അതിനെക്കുറിച്ച് തന്നെയാണ്. അതായത് ഇപ്പം നമ്മളെ ഇങ്ങോട്ട് ആകർഷിക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇപ്പോൾ മിനുക്കമുള്ള വസ്തുക്കൾ നമ്മളെ കൂടുതൽ ആകർഷിക്കും. അപ്പോൾ അത് നമ്മുടെ രാജ്യം ഒരു 1000-ൽ പരം വർഷങ്ങളുടെ അടിമത്തമുള്ള രാജ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തന്നെ ഈ മിൽത്തുണിയുടെ മിനുക്കോ മിനുസോ ഒക്കെ കണ്ടിട്ട് ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മുടെ സാധാരണക്കാരായ ഇങ്ങനെ അടിമ മനസ്സുള്ള ആളുകൾ അനേകം വിശ്വാസ ധ്യാന കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അവർ അവിടെ വളരെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ പോലും ധാരാളമായിട്ടുണ്ട്. നരബലി നടന്ന സംസ്ഥാനമാണ്. നമ്മുടെ ഇവിടെ അന്ധവിശ്വാസ നിരോധനം ബില്ല് പോലും നിയമം പോലും നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ആ വിശ്വാസത്തിലേക്ക് പോകുന്നവരെ തടയുക എന്നൊരു സാഹിത്യധർമ്മം കൂടി സാഹിത്യകാരനില്ലേ എന്നാണ് ചോദ്യം. ഇതിന് ഉത്തരം പറയണമെങ്കിൽ അടുത്ത പ്ലെയിനിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഫിലോസഫിയുടെ വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. എത്ര കണ്ട് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സ്വപ്നം എന്ന് പറഞ്ഞ വസ്തുവിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വപ്നം കണ്ടിട്ട് നമ്മൾ വന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ സ്വപ്നത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അത് റിയലായിരുന്നോ? അല്ല. നമ്മൾ ഈ അനുഭവിക്കുന്നതും ഈ പറയുന്നതും ഇപ്പോൾ നമുക്ക് റിയലാണ്. സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം അനുഭവിച്ചപ്പോൾ അത് റിയലായിരുന്നത് പോലെ ഇപ്പോൾ ഇതും നമുക്ക് റിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11 ഡയമെൻഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അത് ശരിയാണോന്നൊന്നുമില്ല, എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാനതൊരു സാധ്യതയായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് ഹൈപ്പോത്തസിസ് ഉള്ളതുപോലെ. അപ്പം ഇപ്പോൾ സാർ എന്നെ നോക്കിയിരിക്കുന്നു, നമ്മൾ 3 ഡയമെൻഷണൽ വേൾഡിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ സാറിൻ്റെ കണ്ണിന് ചില പ്രത്യേക ഇപ്പം വിഷ്വൽ, അതായത് വിസിബിൾ ലൈറ്റിനോട് പ്രതികരിക്കുന്നതുകൊണ്ടാണ് സാറിന് എന്നെ കാണാൻ പറ്റുന്നത്. അതുപോലെ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് സാറിൻ്റെ ചെവിക്ക് ഒരു ചെറിയ ഫ്രീക്വൻസി ബാൻഡിൽ മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരു ചെറിയ പരിമിതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ കാണുന്ന ഒരു ലോകത്ത് നമ്മളിരിക്കുന്നത്. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കേൾവിയോ കാഴ്ചയോ, ഇപ്പോൾ ഇൻഫ്രാറെഡ് റേസിനോട് പ്രതികരിക്കുന്ന കണ്ണുള്ള പൂച്ചയെ പോലുള്ള ഒരു ജീവിക്ക് അവർക്ക് രാത്രിയിലും കാണാം, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പ്രപഞ്ചം വേറെയാണ്.
അപ്പോൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം സത്യമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഈ ഇന്ദ്രിയപരമായ മാനസികമായ നമ്മുടെ പരിമിതി, ചെറിയ ചെറിയ ബാൻഡ്, അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരു 1 ഡയമെൻഷണൽ ജീവി എന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു 2 ഡയമെൻഷണൽ ജീവിയാണെങ്കിൽ ഒരു വര കണ്ടേക്കും. ഒരു 3 ഡയമെൻഷൻ ജീവിയാണെങ്കിൽ ഒരു പ്ലെയിൻ ഇത്രയും മാത്രം കാണും. അപ്പോൾ ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റില്ല, കാരണം ഡയമെൻഷൻ മാറുന്നതനുസരിച്ച് കാഴ്ചപ്പാട് മാറും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പോൾ സ്വപ്നത്തിൽ, ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ തെറ്റിദ്ധരിക്കരുത്, സ്വപ്നത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത് പോലെ ആയിത്തീരുന്ന വേറെ ഒരു ഡയമെൻഷൻ്റെ തലമുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാഹിത്യകാരൻ്റെ ധർമ്മം അങ്ങനെ വിചാരിക്കുക, എല്ലാ സാഹിത്യകാരന്മാരും അങ്ങനെ ചെയ്യണമെന്ന്, എല്ലാവരും ഒരേ കാര്യം ചെയ്യണമെന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ ബോധ്യത്തിനനുസരിച്ചായിരിക്കും എഴുതുന്നത്. സാഹിത്യകാരൻ്റെ ഈ ധർമ്മം, ഈ പറയുന്ന ധർമ്മം, ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവിടെ പ്രകൃതിയുടെ സജീവമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ വിഷ്യൂസും അതിൻ്റെ അകത്ത് അണ്ടർലൈൻ ചെയ്യും, അതിങ്ങനെ നിരന്ന് കിടപ്പുണ്ട്, പരന്ന് കിടപ്പുണ്ട്. പക്ഷേ ഇതിനെല്ലാം അടിസ്ഥാനപരം, അപ്പോൾ അതൊരു ലെയറിലായിരിക്കും കിടക്കുന്നത്. സാർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കിടക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലാണ്. പക്ഷേ ആ കഥകൾ വായിക്കുന്നവർക്ക് ആ ലെയറിലൂടെ കടന്നു പോകാം, രണ്ടാമത്തെ ലെയർ വേണ്ടവർക്ക് അതിലൂടെ കടന്നു പോകാം. പക്ഷേ ഞാൻ നേരത്തെ സംസാരിച്ച കാര്യം 3ാമത്തെ ലെയറിൽ, സബ്റ്റിൽ ലെയറിൽ കിടക്കുന്ന കാര്യമാണ്. അത് പിടിക്കേണ്ടവർക്ക് അതും പിടിക്കാം. അപ്പം പ്രശ്നം സോൾവ് ചെയ്യുകയാണ് പ്രധാനമെന്ന് തോന്നുന്നവർക്ക് 1ാമത്തെ ലെയറിൽ ജീവിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അത് തെറ്റേയല്ല. ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയെന്ന് തോന്നുന്നു. കാരണം ഇച്ചിരി ഫിലോസഫിയാണ്, അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വപ്നവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി ജീവിതത്തെ ചിന്തിക്കുമ്പോൾ എന്താണ് റിയാലിറ്റി. ഇപ്പം അപ്പം എന്നോട് ചോദിക്കുക, ഇതൊരു അൺറിയൽ ആണെങ്കിൽ ഇവിടെ നിന്ന് സംസാരിച്ച് എനിക്കൊട്ടൊരു അടി തന്നു കഴിഞ്ഞാൽ അനുഭവം വേദനിക്കത്തില്ല എന്ന് ചോദിക്കും. വേദനിക്കും, കാരണം ഞാൻ ഈ 3 ഡയമെൻഷനിൽ ജീവിക്കുന്നത്, എൻ്റെ ബോധം ഇതിൽ പെട്ടിരിക്കുന്ന കാലത്തോളം എനിക്ക് വേദനിക്കും. പ്രശ്നങ്ങളും സമൂഹത്തിലെ പ്രശ്നങ്ങളും എല്ലാം എന്നെ വേദനിപ്പിക്കും. എൻ്റെ എഴുത്തിൽ അതിൻ്റെ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ ആത്യന്തികമായ അന്വേഷണവും അതിൻ്റെ കണ്ടെത്തലും അതിലേക്കൊന്ന് ടോർച്ചടിക്കാൻ മാത്രമാണ് ഞാൻ വ്യത്യസ്തമായി ഒന്ന് ശ്രമിച്ചത്. നമസ്കാരം സാർ. നമസ്കാരം. താങ്കളുടെ ഈ കുറച്ച് സമയത്തെ സംഭാഷണം അല്ലെങ്കിൽ ചർച്ചയ്ക്കിടയിൽ ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്, എഴുത്ത് എന്നുള്ളത് ഒരു ഡിസ്കവറിയാണ്, മോർ ദാൻ ആൻ ഇൻവെൻഷൻ. അപ്പോൾ ഒരു എഴുത്തിൻ്റെ ശൈശവ ദശയിലുള്ള ഒരാളെന്ന നിലയിൽ ഈ അങ്ങയുടെ ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനുള്ളത്, എഴുത്തിൻ്റെ വിത്തുകൾ മനസ്സിലുണ്ടാവുകയും എന്നാൽ അത് പുറത്തേക്ക് മുളപ്പിക്കാൻ കഴിയാത്ത റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്ന അവസ്ഥ താങ്കൾക്ക് വരാറുണ്ടോ? അതെങ്ങനെയാണ് താങ്കൾ തരണം ചെയ്യാറുള്ളത്? ഇതിനെ ഞാൻ ചിലപ്പോൾ സമീപിക്കുന്നത് ഒരു വ്യത്യസ്തമായ നിലയിലായിരിക്കാം. കാരണം ഞാൻ ഒരു അന്വേഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ അന്വേഷണത്തിൻ്റെ അൾട്ടിമേറ്റിൽ വാസ്തവത്തിൽ എഴുത്തിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നം സൃഷ്ടിക്കുന്ന എന്നെ ഞാൻ ചെന്ന് തൊട്ട് അനുഭവിച്ചെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുത്തിനവിടെ പ്രസക്തിയില്ല. വാസ്തവത്തിൽ എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും പരമമായ അവസ്ഥയെന്ന് ബോധ്യപ്പെടുന്ന ഒരു നിലയുണ്ട്. അപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ വാസ്തവത്തിൽ എൻ്റെ എഴുതാതിരിക്കാനുള്ള എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോഴായിരിക്കും പലപ്പോഴും അത് എഴുത്താകുന്നത്. ഒരു പരാജയമാണ് എനിക്കത്. അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തുകൾക്കിടയിൽ വലിയ ഗ്യാപ്പുകൾ വരാറുണ്ട്, വർഷങ്ങളെടുക്കും ചിലപ്പോൾ ഒരു കഥയൊക്കെ വരാനും അല്ലെങ്കിൽ നോവലൊക്കെ വരുവാനും. പിന്നെ താങ്കൾ ഇന്ന് സംസാരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ 3 അടരുകളുടെ മുകളിലത്തെ 1ാം അടരിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും എഴുതുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ റൈറ്റേഴ്സ് ബ്ലോക്കൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ഇതിനെ നമ്മൾ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണ്. വായനയിലും എഴുത്തിലും ഈ അക്ഷരവുമായിട്ടുള്ള ഇടപെടൽ എത്രയും കൂട്ടുക, നിരന്തരം വായിക്കുക. വായിക്കുന്നതിന് ബ്ലോക്ക് വരേണ്ട കാര്യമല്ല, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ വാൽവ് തുറക്കും. അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ തുറക്കലുണ്ട്. ഞാനെപ്പോഴും കാത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തുറക്കട്ടെ, ഞാൻ നിർബന്ധിച്ച് എനിക്ക് ഇത്ര മണി മുതൽ രാവിലെ 9 മുതൽ 5 വരെ എഴുതി കളയാം, അയ്യോ എനിക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ഒരു എഴുത്തിനെ അങ്ങനെ ഒരു നിർബന്ധം ആവശ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് സ്വാഭാവികമായിട്ട് മാറിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമല്ല. അല്ലാത്ത പക്ഷം വായനയിലൂടെ, നിരന്തരമായ വായനയിലൂടെ കടന്നു പോകുക. കാരണം വായന നിങ്ങൾക്ക് ഭക്ഷണം നൽകുക. നമുക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വീക്ക്നെസ്സോ ഒരു രോഗമായിട്ട് കരുതുകയാണെങ്കിൽ ഈ രോഗത്തിനുള്ള പോഷണം, ആ രോഗാവസ്ഥയിൽ നിന്നുള്ള പോഷണം മാറുന്നതിനുള്ള പോഷണമായിട്ട് നമ്മുടെ വായന, അക്ഷരവുമായിട്ടുള്ള ബന്ധം പ്രവർത്തിക്കുമെന്നും അത് ഗുണം ചെയ്യുമെന്നുമാണ് എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത്. നന്ദി സാർ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിയമസഭയുടെ ഈ വേദിയിൽ എത്തിച്ചേർന്ന് ഇത്രയും നേരം നമ്മളോട്
സംബന്ധിച്ച പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ വി ജെ ജെയിംസ് സാറിന് ഉപഹാരം നൽകുന്നതിലേക്കായി അഡീഷണൽ സെക്രട്ടറിയും കൾച്ചറൽ കമ്മിറ്റി കൺവീനറുമായ ശ്രീ വിജയൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിലേക്കായി ശ്രീ വി ജെ ജെയിംസ് സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.